ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ആണ്. എൻ്റെ കസിൻ്റെ, അവളുടെ പേര് ഓക്കെ. നമ്മൾ ഇവിടെ നോ ഓർ യെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലിപ്സ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവൾ നോ ആണോ യെസ് ആണോ എന്ന് കാണിക്കും. ഇതിലൂടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങാൻ പോവാണ്. ഓക്കെ, ആദിലക്ഷ്മി റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who's your favorite actor? Mohanlal. Okay. Do you like to go with your friends or your family? My family. Your family. Do you like to go to school? Yes. No. അത് കട്ടി 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 വേറെ തുടങ്ങും. ആ, വെക്കി. ഹായ് ഗായ്സ്, നമ്മളിന്ന് എൻ്റെ കസിൻ ആദിലക്ഷ്മിനായിട്ട് കളിക്കാൻ പോകുന്ന ഒരു ഗെയിമാണ് നോ ഓർ യെസ് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവളിനോട്. അവൾ ഇതിൽ നോ ആണോ യെസ് ആണോ അതിൻ്റെ റീസണും പറഞ്ഞിട്ട് എന്നോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും അവൾ. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവൾ നോ ആണോ യെസ് ആണോ എന്ന് പറയും. അല്ല ആദിലക്ഷ്മി, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സ്ലിപ്സ് ഉണ്ട്, നോ യെസ്. ഓക്കെ, do you like to go to your school? Yes. What is the reason? I'm going to my school. Our friends, എല്ലാ ഫ്രണ്ട്സും തന്നെയായിട്ട് നല്ല അടുപ്പം, അങ്ങനെ നല്ല ഒരു കൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പി ടി ടൈം ഒക്കെ കിട്ടും. പി ടി ടൈം കിട്ടുമ്പോൾ അവരൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുതീരുമ്പോൾ ഞങ്ങൾക്കൊരു ഇതാണ്. ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ കളിക്കാൻ പോകുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിന് എൻ്റെ കസിൻ ആദിലക്ഷ്മിയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോ ഓർ യെസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആദിലക്ഷ്മിനോട് ചോദിക്കും. ആദിലക്ഷ്മി അതിനൊക്കെ ആൻസർ നോ അല്ലെങ്കിൽ യെസ് കാണിക്കും. അതിൻ്റെ റീസണും അവൾ പറയും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദിലക്ഷ്മി, ഓക്കെ, രണ്ട് സ്ലിപ്സ് ഞാൻ തന്നിട്ടുണ്ട്, യെസ് നോ. ഓക്കെ, സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ അല്ലയോ? എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടം? കാരണം ഇങ്ങനെ ക്ലാസ്സിൽ കുറേ കുട്ടികൾക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഇതാണ്, ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും എന്നോട് എനിക്ക് ഭയങ്കര അടുപ്പാണ്. ടീച്ചർമാർക്കൊക്കെ ഒരു നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പി ടി ടൈം കിട്ടും. പി ടി ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഫുട്ബോൾ ഒരു കളിയിടാം. ആ കളി കളിക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേരുമ്പോൾ നല്ലൊരു ഇതാണ്. റൗണ്ടിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ബോൾ ക്യാച്ച് ചെയ്ത് നല്ല രസമാണ്. അതാണ് എനിക്ക് സ്കൂളിൽ പോയി ഇഷ്ടം. ഓക്കെ, നൈസ് റീസൺ. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? നോ. യെസ്. ഏത് സബ്ജക്റ്റാണ് ഭയങ്കര ഇഷ്ടം? മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഫാമിലിയുടെ ഒപ്പം കറങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒപ്പം കറങ്ങാനാണോ ഇഷ്ടം അതോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാനാണോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ
ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. എന്തുകൊണ്ടാണ്? അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ത്രില്ലല്ലേ. ഇപ്പോൾ ടൂറിൽ എങ്ങനെ പോവാണെങ്കിൽ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോകുമ്പോൾ അവർക്കൊരു അടിച്ചുപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലാതെ ആ റീസണാണ് എൻ്റെ ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനായിട്ട് പുറത്ത് പോകാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ അപ്പോൾ നമുക്ക് ഭയങ്കര റെയിനി സീസൺ ആകുമ്പോൾ ഭയങ്കര മഴ വരുമ്പോൾ നല്ല ഇഷ്ടമല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം മഴ വരുമ്പോഴാണോ ഭയങ്കര ചൂട് വരുമ്പോഴാണോ ആദിലക്ഷ്മിക്ക് ഇഷ്ടം? എനിക്ക് മഴ വരുമ്പോഴാണ് ഇഷ്ടം. അപ്പം അത് എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ മഴ വരുമ്പോഴൊക്കെ നല്ല തണുപ്പല്ലേ, നമ്മളൊരു ഊട്ടിയുള്ള ഫീല്. നല്ല തണുപ്പൊക്കെ ആയിരിക്കുമ്പോൾ രാത്രി അങ്ങനെ പുറത്ത് മൂടി കിടക്കാനൊക്കെ നല്ല സുഖമാണ്. കട്ടൻ ചായ കുടിക്കാനും കപ്പിയും അതൊക്കെ കുടിക്കാനായിട്ട് നല്ല രസം. അപ്പോൾ ചൂട് കാലത്ത് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല, മഴക്കാലമാണ് എനിക്കിഷ്ടം. ആ ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഗെയിമിലോട്ട് പോയാലോ? നമ്മുടെ കണ്ടസ്റ്റൻസിനായിട്ട്. ഓക്കെ ഓക്കെ, ഇനി ഞങ്ങളൊരു വേറൊരു ഗെയിമിലേക്ക് പോവാണ്. അപ്പോൾ ആ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലക്ഷ്മിയുടെ ഫേവറേറ്റ്. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് യെസ് ഓർ നോ. അപ്പോൾ ഈ യെസ് ഓർ നോ എൻ്റെ കസിൻ ആദിലക്ഷ്മിക്ക് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവൾ അതിനൊക്കെ ആൻസേഴ്സ് പറയും. യെസ് ഓർ നോ. നമുക്കിത് കാണാം. ആദിലക്ഷ്മി എത്ര യെസ് ആണ് നേടുന്നത്, എത്ര നോ ആണ് നേടുന്നത്. ആദിലക്ഷ്മി ഗെയിമിന് റെഡി അല്ലേ? എന്നാ പിടിച്ചോ, യെസ് ഓർ നോ. രണ്ട് രൂപ വന്നിട്ടുണ്ട്. ഫസ്റ്റ് യെസ്, സെക്കൻഡ് നോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ആ, സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ? യെസ്. ഓക്കെ, സ്കൂളിൽ പോകാൻ എന്തുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം? റീസൺ എന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കുകയും ചെയ്യും, കളിക്കുന്ന സമയത്ത് കളിക്കുകയും ചെയ്യും. അപ്പോൾ ടീച്ചർമാർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പി ടി ടൈം ഒക്കെ കിട്ടും. ഞങ്ങൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വിളിച്ചിട്ട് റൗണ്ടായി നിൽക്കും ബോള്. ആ ബോള് ബോൾസും ഗോൾസും ഒരു ടീം. അങ്ങനെ ആയ അവസരം അങ്ങനെ വട്ടറിന് എന്നിട്ട് ഒരു ബോട്ട് നല്ല രസമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തു വരുമ്പോൾ ഒരു രസം. അപ്പോൾ അതാണ് അങ്ങനെ രസം. ഓക്കെ, ഏത് സബ്ജക്റ്റാണ് ഭയങ്കര ഇഷ്ടം? സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ലേ? എനിക്ക് സയൻസ് ആണ് ഭയങ്കര ഇഷ്ടം. അതുപോലെ ആദിലക്ഷ്മിക്ക് ഇഷ്ടമുണ്ടാവില്ലേ സബ്ജക്റ്റ്? എനിക്കിഷ്ടം മാത്സ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദിലക്ഷ്മി തന്നെയാണ് വിചാരിച്ചു. ഓക്കെ, ആദിലക്ഷ്മിയുടെ പാരൻസ് ഒന്നുമില്ല. ഓക്കെ, അമ്മമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആരുമില്ല, ആദിലക്ഷ്മി തന്നെയാണ്. ഓക്കെ, അമ്മമ്മയില്ല. ആരുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആദിലക്ഷ്മിക്ക് എന്താ ഫീൽ ചെയ്യാം എന്ന് വെച്ചാൽ എന്ത് തോന്നാം? നമുക്ക് തോന്നില്ല, അയ്യോ ആരുമില്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ, അങ്ങനെ തോന്നില്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുക, ഭയങ്കര കരച്ചിലാണ് തോന്നുക, അയ്യോ ആരുമില്ലല്ലോ. എനിക്ക് സന്തോഷം. അപ്പം യെസ് ആണോ നോ ആണോ? യെസ്. അപ്പം
ഓഡിയൻസിനും കൂടെ കാണിച്ചെടുത്തേ. യെസ്. എത്ര യെസ് കിട്ടി ഇപ്പോ? 2. ഓക്കെ. എത്ര നോ കിട്ടി? നോ ഇതുവരെ കിട്ടിയിട്ടില്ല. 2 യെസ് കിട്ടി കുട്ടിക്ക്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, അഫ്കോഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്ക് ട്യൂഷന് പോകാൻ ഭയങ്കര ഇഷ്ടമാണോ? യെസ്. അത് യെസ് ആണ്. റീസൺ വെച്ചാൽ ഞങ്ങൾ ട്യൂഷൻ ടീച്ചർ വെച്ചാൽ ഭയങ്കര കുറച്ച് ആംഗ്രിയാണ്, കുറച്ച് ഫണ്ണിയുമാണ്. അപ്പം നമുക്കിപ്പോൾ ഞങ്ങൾ ട്യൂഷനിലേക്ക് പുതിയ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫണ്ണിയാണ്. മുമ്പും നല്ല ഫണ്ണിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ട്യൂഷനിൽ ഇപ്പോൾ അടുത്ത് ഒരു സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. സെൻഡ് ഓഫിലിപ്പോൾ ആ ടീച്ചർ വെച്ചാൽ എന്നെ ആ ടീച്ചർ ഭയങ്കര ഫണ്ണി ആയതുകൊണ്ടാണ് ആ ടീച്ചർ സെൻഡ് ഓഫ് വെച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ട്യൂഷൻ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം. എന്നും അതേപോലെ ഞാൻ അതേപോലെ ഫണ്ണി അങ്ങനെയാണ്. എന്നും ഫണ്ണി ഇത്ര ഉണ്ട്. അതാണ് അതിൻ്റെ റീസൺ. നല്ല റീസൺ ആണ്, സൂപ്പർ റീസൺ ആണ്. അപ്പം എല്ലാത്തിനും യെസ് കിട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി അല്ലേ? യെസ്, അതിനൊരു യെസ് പറഞ്ഞില്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ? അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണി ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കില്ലേ? ഫണ്ണി ക്വസ്റ്റ്യൻ ഇതാണ്. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടാവില്ലേ? മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടാവും ഇല്ലേ? എല്ലാവരും ഉണ്ടാവില്ലേ? അപ്പോൾ ഈ മേക്കപ്പ് സെറ്റിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ലിപ്സ്റ്റിക് ആണോ, അങ്ങനെ കുറേ ഐലൈനർ, അങ്ങനെ കുറേ ഉണ്ടാവില്ലേ? എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കും ഐലൈനറും. അതല്ല അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം. ലിപ്സ്റ്റിക്കും ഐലൈനറും. ലിപ്സ്റ്റിക് ഐലൈനറും കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും ഐലൈനറും ഇല്ലാത്തൊരു മേക്കപ്പ് ബോക്സ് ഓക്കെ ഞാൻ തന്നു എന്ന് വിചാരിച്ചു. ഞാൻ തന്നു. അപ്പോൾ അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ സന്തോഷമാണ് തോന്നുക, വിഷമാണ് തോന്നുക? അപ്പം എന്താ, നോ ആണോ യെസ് ആണോ? ആദ്യമായിട്ട് നോ കിട്ടിയത് എന്താ റീസൺ? അതില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമല്ലേ? ലിബാമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഇല്ലെങ്കിൽ നല്ല വിഷമം. എന്തുകൊണ്ട് നല്ല വിഷമാവാ? ആ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് അതിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ചു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഓഡിയൻസിനായിട്ട് പിന്നെ ആദിലക്ഷ്മിന് വേണ്ടേ നമുക്ക്? വേണ്ടേ? അയ്യോ ഒരു മിനിറ്റ്. ഓക്കെ, യെസ് പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് ഫേവറേറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് ഗെയിം എന്താ വെച്ചാൽ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ആദിലക്ഷ്മിനോട് ആരൊക്കെയാണ് ഫേവറേറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആരൊക്കെയാണ് ഫേവറേറ്റ് എന്നല്ല, എന്തൊക്കെയാണ് ഫേവറേറ്റ് തിങ്സ് എന്ന് ചോദിക്കും. അപ്പോൾ ആദിലക്ഷ്മി അതിന് ഉത്തരം തരണം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. അങ്ങനെ ഉത്തരം തന്നു കഴിഞ്ഞാൽ ആദിലക്ഷ്മിക്ക് 1 പോയിന്റ്. അങ്ങനെ 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 കൂടി 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 പോയിന്റ്സ് കിട്ടും. ഓക്കെ, പോയിന്റ്സ് 100 വരെയാണോ 20 വരെയാണോ 10 ആണോ? അങ്ങനെയൊന്നുമല്ല, എത്ര പോയിന്റ്സ് കിട്ടുന്നു അത്രയും വലിയൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, രസാവില്ലേ ഗെയിം? ഓക്കെ, അപ്പൊ യെസ് ഓർ നോ ഞാൻ എടുക്കാണ് ബാക്കിലോട്ട്. ഓക്കെ ഓക്കെ, എൻ്റെ ഒരു പെന്നുണ്ട്. ഈ പെന്നോണ്ട് ഞാൻ അവളുടെ സ്കെച്ച് ഉണ്ട്. ഇതുകൊണ്ട് ഞാൻ അവളുടെ പോയിന്റ്സ് എഴുതും. ഓക്കെ, അവളോട് ക്വസ്റ്റ്യന് ചോദിക്കും ആദ്യം. ഓക്കെ, റെഡി അല്ലേ നിങ്ങള് ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ?
റെഡിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ഷെയർ സ്റ്റാർട്ട് ചെയ്യണം ഗെയിം. ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓൾ ചെയ്യണേ. ഓക്കെ, ഞങ്ങള് ഗെയിമിലോട്ട് പോവാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ യെസ്സും നോയും ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യെസ് നോയും, ഓക്കെ യെസ് നോയും ഞാൻ ഇവിടെ വെക്കുകയാണ്. എനിക്ക് ഓക്കെ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഏത് ഇപ്പോൾ വീട്ടിലുണ്ട് ആദിലക്ഷ്മി, ഓക്കെ, അതില് വീട്ടിലുള്ളപ്പോൾ എന്താണ് ഇഷ്ടം? ടീ ആണോ കോഫി ആണോ? ടീ ടീ ആണ് ഇഷ്ടം. അപ്പോൾ കുട്ടിക്ക് ഒരു പോയിന്റ്, ടീ ആണ് ഇഷ്ടം. കോഫി എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാതെ? റീസൺ പറയാം. കോഫി പാല് അതുണ്ട്, പക്ഷേ തീരെ ഇഷ്ടമല്ല. കാരണം പാല് തീരെ ഇഷ്ടമല്ല. പാൽ തീരെ ഇഷ്ടമല്ല. പാൽ തീരെ കുട്ടിക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം. അതൊന്നും ഇഷ്ടമല്ല ഈ കുട്ടിക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് ടീന്ന് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏത് ഡ്രസ്സാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ഡ്രസ്സ് തന്നു. ഓക്കെ, ഞാൻ ഒരു നീളല്ല ഡ്രസ്സ് തന്നു, ഒന്ന് നീളല്ലാത്ത ഡ്രസ്സ് തന്നു. അപ്പൊ ഏതാണ് ഇഷ്ടം? ആ, നീളല്ലാത്ത ഫ്രോക്ക് തന്നു, സോറി ഫ്രോക്ക് തന്നു, ഒന്ന് നീളമുള്ള ഫ്രോക്ക് തന്നു. ഓക്കെ, ഏതാണ് ഇഷ്ടം? നീളല്ലാത്തത്. ഓക്കെ, ഒരു പോയിന്റ് കൂടി ആയിട്ടോ. 2 പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. 2 പോയിന്റ്സ് ആയി. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? എന്താ റീസൺ? സിബ്ലിങ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഈ അതുവരെയുള്ള ഡ്രസ്സ് ഇതെന്താ എനിക്ക് എന്റെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതാണ്. ഓക്കെ, എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഡ്രസ് ചെയ്യാം അങ്ങനെ ഒരു ചിന്തയാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുഴപ്പമില്ല നീളമില്ലാത്തത്. ഓക്കെ, അവൾക്ക് നീളമില്ലാത്തത് ഇഷ്ടം. അപ്പം അങ്ങനെ പോട്ടെ. ആ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, നല്ല ലെങ്തി ഹെയർ ആണ് ഇഷ്ടം? ലെങ്തി ഹെയർ. ഷോർട്ട് ഹെയർ ഇഷ്ടമില്ലാത്ത? എനിക്കിപ്പോൾ ഷോർട്ട് ഹെയറാണ്, പക്ഷെ എഴുതുമ്പോൾ ലെങ്ത് ഹെയറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. റെയിൻ സീസൺ ആണോ ഇഷ്ടം അതോ സ്പ്രിംഗ് സീസൺ ആണോ ഇഷ്ടം? സ്പ്രിംഗ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലീഫൊക്കെ വരും. റെയിൻ സീസൺ. ഇപ്പൊ തന്നെ ഇവിടെ നല്ല മഴ കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് മഴ കണ്ട് ആസ്വദിക്കാം അല്ലേ? അപ്പൊ റെയിൻ സീസൺ ആണ് ഇഷ്ടം. 4 പോയിന്റ്സ്. നല്ല തണുപ്പാട്ടോ. ഓക്കെ, അപ്പോ ബാംഗിൾസ് ആണോ ഇഷ്ടം അതോ നെക്ലേസ് ആണോ ഇഷ്ടം? നെക്ലേസ്. ബാംഗിൾസ് ഇഷ്ടമല്ലാത്ത റീസൺ എന്താണ്? ഒരു ജീവിതത്തിൽ എൻ്റെ ഓക്കെ, അതിൻ്റെ ആൻസർ കൂടെ പറഞ്ഞു കഴിഞ്ഞു. നല്ല കുട്ടിയാണ്. കൺഗ്രാജുലേഷൻസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you guys for our game. Bye. Bye.